అందరికీ నమస్కారం, జై శ్రీరామ్. ఇప్పుడు మనం చూడబోయేది వాజా టు బయోపిక్ ఆఫ్ ఎ బిలియన్ బ్రోస్ మలయాళం వర్షన్. సో ఇది వచ్చేసి పార్ట్ 2 అనమాట. సో లెట్స్ స్టార్ట్. వెంటనే తీసాను. ഉമ്മ ഒരു 120 രൂപ ഫിഷ് ഫുഡ് തീർന്ന് പുട്ടോടി മാറിയിട്ട് വരാ കുട്ടീന്റെ വാപ്പാ കൊണ്ട് വരാ. എന്തോന്നു എന്ത് മീൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിനക്കറിയുന്ന കാര്യത്തെ അഭിപ്രായം പറയാൻ അറിയട്ടാ. ഞാനും കുറെ മീനുണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ല നിന്റെ കടുവിന്റെ അത്രയുള്ള ഗപ്പിയൊന്നും അല്ല. ഓ നീ ഇത്രയുള്ള കൊമ്പസാനം വളർത്തിയൊന്ന് പോടേ. മരിച്ചു വാപ്പേ പറഞ്ഞു. പിന്നെ മീനെ പറഞ്ഞിട്ടല്ലേ ഒരു സൂര്യം തരൂലല്ലോ ഈ പിള്ളേര്. അതൊക്കെ ആശ്രയാലും ഒരൊച്ച പോലും പുറത്ത് കേൾക്കൂലല്ലോ. ആശ്ര നിന്റെ ഷർട്ടാണോ എനിക്ക് തരാൻ? അവളെന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിയോ നീ കിടന്ന് അലറിയ പോലെ അവളെ തിരിഞ്ഞു നോക്കത്തില്ല. ആശ്രയം തിരിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള? അവളെ നോക്കുന്ന 150 ആളുകൾ ഒരാൾ മാത്രമാണ് നീ. ഒരാൾ അതിന്റെ 150 പേര്. എന്റെ നിർഗുണമേ, അതൊരു അതിശോക്തി പറഞ്ഞ് അതിക്കരെ പിടിക്കല്ലേ. ആശ്രയം അവള് നിന്നെ നോക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തെടുത്ത് അത് വികസിപ്പിച്ച് ആർജവമുള്ള ഒരു യുവജനതയായി നിങ്ങൾ മാറണം. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല. കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ കുറച്ച് കുട്ടികൾ ബ്രേക്കിന് ശേഷവും വരാന്തയിലും ഗ്രൗണ്ടിലും ഒക്കെ കറങ്ങി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടായാൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. റൊമാൻറ്റിക് നോട്ടായിരിക്കും അല്ലേ? എന്നാ അതല്ല, നീ ഇങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരുന്ന നിന്നെ അവൾ നോക്കത്ത് പോലും ഇല്ല. അവക്ക് പറ്റിയ പയ്യനല്ല നീ. പ്ലീസ് സ്റ്റോപ്പ്. ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീട്ടി ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ സൗഹൃദം ഉണ്ടാവുന്നതിൽ തെറ്റൊന്നും. പക്ഷേ ചില സൗഹൃദങ്ങൾ അതിര് വിടുന്നതായിട്ട് ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരും പാടുന്നില്ല. അജിനെ നിന്റെ ലൈനല്ലേ കൊണ്ടുപോണ്? ഇനിയിപ്പോ എന്തെയ്യോടാ? അതിപ്പോ ഞാനും കൂടെ വീഴട്ടാ. എന്തിന്? അപ്പൊ നിങ്ങൾ എന്നെ അവളടുത്തോണ്ട് ഇരുത്തിയാൽ മതി. എന്നാ ഈ 1 2 3 അജിൻ തലറിഞ്ഞ വീട്. അവനെ അവിടെ കൊണ്ടിരുത്ത്. എല്ലാരും കൂടെ എവിടെ പോടാ? എവിടെയാടാ തടവുന്ന? ഞാൻ ജംഗു കാർമിലൊക്കെ ഉണ്ടോ പറയണേ. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. വെള്ളം കുടിച്ചോ? ഇല്ല വെള്ളം കുടിച്ചോ? ഞാൻ അജിൻ. തരില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. പിന്നെ ഇന്ന് എന്ത് പറ്റിയ എന്തോ. ഞാൻ ജീവിതത്തിൽ 2 തവണ വീണിട്ടുള്ളൂ. ഒന്നിപ്പോ അസംബ്ലിയിലും പിന്നൊന്ന് ആശ്ന 2 പെൻസിലുണ്ടോ? 2 പേനുണ്ടോ? 2 പ്രൊട്ടക്ടർ ഉണ്ടോ? ആശ്നെ 2 കൊടയുണ്ടോ? ആശ്ന 2 മൺവട്ടി ഉണ്ടോ? 2 പൊരിച്ച മീനുണ്ടോ?
2 ചേട്ടന്മാരുണ്ട്. വേണ്ട, എനിക്ക് ഒരെണ്ണം ഉണ്ട്. ആഹാ, നീ എവിടെ പോണോ? എന്താ നീ ആശ്നയോട് കിടന്ന് കാലി തറ ഉറക്കില്ലല്ലടാ. എന്റെ പെങ്ങളെ നീയൊക്കെ രണ്ടാ A ഡിവിഷനിൽ പഠിക്കുന്ന അജിനെ പിടിച്ച് അടിച്ചാ. ഓ, അവൻ 2 ചോദിച്ചു 2 കൊടുത്ത്. എന്ത് അവൻ ആരാന്നറിയോ? അവനാരായാലും നമുക്കെന്ത്? നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ? എന്റെ ചേട്ടനാരാ? സിനിമ ആണല്ല. അതൊക്കെ പോട്ട്, അവന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ ആരാന്നറിയോ? തീർന്നടാ, നീയൊക്കെ തീർന്നു. ആരവൻ അടിച്ചത്? എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കും ഞാൻ അവനാ. ആണോടാ? ഇല്ലെണ്ണ, സത്യമായിട്ട് എനിക്ക് അവളെ അറിയത്തൊന്നുമില്ല. അണ്ണനാണ് സത്യം. നീയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിക്കും. ഇനി അവനെ തൊട്ടാ നീ എന്തിനാടാ നോക്കിക്കോ? അടിയണ്ണോ തൊട്ട് നോക്കണ അപ്പ അറിയാ. എന്നാ തൊടു. Song complete upload. നിങ്ങള്? ഷിയാസ്, ഞാൻ നമ്മുടെ ബ്രഹ്മാവിന്റെ വാപ്പ. Parents. ഞാൻ കുഷ്ഠരോഗയുടെ അച്ഛൻ. ഇയാള്? ഞാൻ ഹനുമാന്റെ യേശുക്രിസ്തുവിന്റെ ഡാഡി. വീരപ്പന്റെ അച്ഛനായിരിക്കും അല്ലേ? വീരപ്പന്റെ വാപ്പ അവന്റെ തലയോട്ടം കണ്ടപ്പോ തന്നെ പോയി. ഞാൻ വീരപ്പന്റെ മാമ. അതെല്ലേ? അസ്സലാം മദറേ.
മക്കളുടെ കോലം കണ്ടല്ലോ. അത് ഫാൻസി ഡ്രസ്സിന്റെ കോസ്റ്റ്യൂം അല്ല മാഡം. അതല്ല, ഇവന്മാർ എന്നും ഇവിടെ കിടന്ന് അടിയും വഴക്കുക. ഇങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഞാൻ ടി സി നിന്ന് പറഞ്ഞു വിടും. സജിൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു, ഇപ്പൊ അവനും കണക്കാ. അവന്റെ കൂട്ടുകെട്ടാണ് മിസ്റ്റർ പ്രശ്നം. ആ ചെറുക്കനായിട്ട് കൂടിയ ശേഷം ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി മേലില് എന്റെ മോനോടൊപ്പം അവർ ഇരുത്തരുത്. ഏത് ചെറുക്കൻ? ആ കുഷ്ഠരോഗി. എന്നാ നിങ്ങളുടെ യേശു ക്രിസ്തുവിനോട് പറ, നമ്മുടെ കുഷ്ഠനും കൂടെ കൂടി ഇരിക്കേണ്ടത്. ബൈബിളിൽ പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ലല്ല. ശരി മാത്രമേ, എന്താണെന്ന് വെച്ചാൽ അറിയിച്ചാൽ മതി. യേശു ക്രിസ്തുവിന്റെ ഡാഡിയാണ് പോലും. നീയാണ് അവരെയൊക്കെ ചീത്തയാക്കുന്നതെന്നാണ് അവന്മാര് പറയുന്നത്. ആര് പറഞ്ഞു? സജിൻ അങ്ങനൊന്നും പറയൂല. എടാ സജിൻ പറഞ്ഞില്ലെങ്കിൽ എന്താ, അവന്റെ അച്ഛൻ പറഞ്ഞില്ലേ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം കാണുന്ന പേര് നിന്റെ എന്നാ. അതുകൊണ്ടേ അച്ഛൻ ഒരു കാര്യം പറയാം, ഇനി മേലെ അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. ഞാൻ പോവും. എവിടെ കുട്ടേട്ടാ, 2 കരിക്കിൻ ഷേക്ക്. കൂട്ടുകാരൻ വന്നില്ലേടാ? ഇപ്പൊ വരും. ഓക്കേ, മറ്റു കൂടുതലായേ. കുട്ടേട്ടാ, 3 എണ്ണം എടുത്തോ. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇല്ലടാ ഇനി നിന്റെ കൂടെ. എനിക്ക് ഇനിയെങ്കിലും മര്യാദയ്ക്കൊന്ന് പഠിക്കണം. നീ ഇനി എന്നെ വിളിക്കണ്ട. അച്ഛനെ എടാ ഇതാ 2 കരിക്ക് ഷേക്ക്. പറഞ്ഞ ഇപ്പൊ തരാം. എന്തായാലും നിനക്ക് എന്റെ ചേട്ടൻ്റെ അത്ര വെയിറ്റ് ഇല്ല, അതൊരു സൗകര്യമായി. അവന് ഹെഡ് വെയിറ്റ് ആണ് കൂടുതൽ. എന്നാലും അവൻ എന്താ എന്റെ അടുത്ത് മിണ്ടാത്തത്? അത് അച്ഛൻ പറഞ്ഞ് മിണ്ടരുതെന്ന്. പോടാ, അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞ് മിണ്ടായിരിക്കില്ല. ഞാൻ മിണ്ടായിരുന്നില്ലല്ലോ. നീ അവന്മാരായിട്ട് ചൊറിയണം നിക്കണ്ട കേട്ടാ. ഏയ്, ഞാനൊന്നും പോണില്ല. ഇനി വേറെ വള്ളികളൊന്നും വരായിരുന്നാ മതി. നല്ല ആളും കിട്ടാ, ടിക്കറ്റ് കിട്ടും തോന്നുന്നില്ല. രാവിലെ ഇവിടെ ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടുകയും ചെയ്യും, സിനിമ കാണുകയും ചെയ്യും. ഞാൻ ഇബ്രാസ് ഉണ്ടായിരുന്ന ടിക്കറ്റ് ഒക്കെ പുഷ്പം പോലെ എടുത്തത്. സത്യം, ഇയാൾ വേറെ ഫാൻസ് അസോസിയേഷൻ പറഞ്ഞു നടക്കുന്നത്. ഇയാൾ രാവിലെ വിളിച്ചിട്ട് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. ഇവൻ ചുമ്മാ കോസ്റ്റ്യൂം മാത്രമേ ഉണ്ടാ, പിന്നെ അല്ലാതെ. നിന്റെ ചേട്ടന് വന്നിരുന്നെങ്കിൽ ഈ പടവും നിന്ന് കാണാൻ പറ്റില്ലായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് നീ അവരായിട്ടുള്ള കൂട്ടുവിട്ടല്ല. മോനെ ഒന്ന് മറിക്കും മോനെ. ആശുപത്രി ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നില്ല. എന്റെ ഒറ്റ ഒരുക്കം കാരണമാണ്. എന്താ എനിക്ക് കണ്ണായിട്ട് കെഞ്ചാ വയ്യ. ആശുപത്രി ഒരെണ്ണം ആയിരത്തിലും ചോരാ അവന്മാര്. ചേട്ടാ, പടം മോശം പറയാനാ. ടിക്കറ്റ് തരുമോ? എന്ത് വേണം? 2 ടിക്കറ്റ് എടുത്ത് കൊടുത്താലോ? വേണോ? ചുമ്മാ നോക്കാം. ബാക്കില് വിളിക്കുന്ന ഇവിടെ 2 ടിക്കറ്റ് അല്ലേ, ഞങ്ങൾ എടുക്കണോ? വാങ്ങണോ? ഷോട്ട് ടിക്കറ്റ് കിട്ടൂല. വാങ്ങാല്ലേ? വേണമെന്ന് പറഞ്ഞു. 2 എണ്ണം എടുത്തോ. പോപ്കോൺ ഞങ്ങൾ മേടിച്ചോളാം. അപ്പൊ മൊത്തം 4 ടിക്കറ്റ്. നമ്മളെന്തോ പിന്നെ ഇവിടെ വെള്ളായിട്ട് പാർട്ടി പരിപാടിക്ക് വന്നേ. കൂട്ടുകാരാണോ? ആ നമ്മുടെ കൂട്ടുകാരും ബാക്കിയൊക്കെ ഉണ്ടാ, പിന്നെ അമ്മ മുറുകാൻ നിൽക്കുന്ന. നമ്മളാളാ. ഞാൻ നിന്റെ കൊച്ചാപ്പ. നാട്ടിൽ
അവനെ എടുക്കും ഞാൻ. അവിടെ കണ്ടില്ലല്ലോ അമീനെ വീട്ടിലിരിക്കണ വാപ്പാക്കല്ലേ ഗൾഫിരിക്കണ നമ്മളെ കൊച്ചാപ്പാക്കാണോ വിളിച്ചത് അവനെന്റെ കൊച്ചാപ്പയാ എടാ, അവന് ഭ്രാന്താ. അവന് ഭ്രാന്താ. മനസ്സിലായോ? അവന് സമന്തം തെറ്റി വിപുട്ടി കാണിച്ചതാ. അവൻ എന്നെങ്കിലും യൂണിഫോം ഊരു. അന്ന് ഞാൻ അവനെ ഊരു. ഇതിന്റെ പോക്കൊണ്ടൊക്കെ കളയണം. സെൽഫി എടുക്കും. മിണ്ടരുത്. നീ ഒറ്റക്കാരൻ സ്ക്രീനിന്റെ അടി വന്നിരുന്ന് കാണേണ്ടി വന്നത്. ചേട്ടാ കഷ്ടപ്പെട്ടെങ്കിലും അകത്തേക്കിയപ്പോഴത്തേക്ക് ഇതിപ്പോ വലിയ മനുഷ്യരെ നമുക്ക് വലുതായിട്ട് കണ്ടുകൂടെ? 10 തലമുറയ്ക്കാൻ വിളിക്കും. അവന്മാരെ അച്ചടുത്തരാ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ. ഏതാണ് അവന്മാര്? എനിക്കറിയാം അവന്മാരെ. നമ്മളവിടെ സ്കൂളിലുള്ളതാ. ഒതുക്കത്ത് കിട്ടിയാ പൊതിക്കാൻ അവന്മാരെ കൊടുക്കുന്നുണ്ട്. ഇപ്പം കഴുത്തി കയറി കെട്ടിട്ടാണ് അവസ്ഥയല്ലേ? അളിയന്റെ പെങ്ങളാണ് നീ അറിഞ്ഞില്ല. അതൊക്കെ മനോജ് സാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ടുപോയി. സോറി ഒന്നും പറയണ്ടല്ലേ. ഈ സമയത്ത് ഓടാവില്ല. ആലേട്ടന്റെ പണം വാ. പടം കണ്ടോണം. ഇവിടെ കിടന്ന് ഷോ അടിച്ച മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ഇറങ്ങി പോടാ പാണ്ടി കരിമ്പാറം. നിന്റെ തന്ത ഞങ്ങള് നിന്റെ ബാലൻസ് തന്തമാര്. ഇറങ്ങി പോടാ. നിന്റെ ആരുടെ ബേളം വെച്ചേ? ആരുടെ ബേളം വെച്ചെന്ന മിണ്ടായിരുന്ന സിനിമ കണ്ടിട്ട് പോക്കോണം. നായിന്റെ മക്കളെ. നീ ഇവിടെ നിന്ന് ഇറങ്ങിയാ നിന്റെ അമ്മയെ ഞാൻ കെട്ടി. ഇറങ്ങിയാ നീ എന്റെ മോൻ. സാർ ഇപ്പം പോരുത്. പോയി കഴിഞ്ഞാൽ അവന്മാര് പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും. ആണോ? ഓ നിന്റെ അപ്പൂപ്പന്റെ കുടുക്ക. നിന്റെ തന്തയുടെ കിണ്ടി. എന്റെ ഒരു കിട്ടുന്ന സാധനം കേട്ടോ. നിന്റെ ഉപ്പമാണ് അവലൂസ് പണി. നിന്റെ അച്ഛന്റെ ഉച്ചി. ആരുടെ അച്ഛനെ വിളിച്ചത്? ആരാ അത്? എന്തിനാ ഇങ്ങനെ മോശം വാക്കൊക്കെ ഉപയോഗിക്കുന്നേ? അത് സാധനമല്ലേ? ഒന്നുമില്ലല്ലോ. അദ്ദേഹം ഒരു പോലീസുകാരനല്ലടാ. ദയവേത് ഞാൻ പിന്നെയും പറയാണ്, ഇവിടെ ഫാമിലീസ് ഒക്കെ ഉള്ളേ. പ്ലീസ് അസഭ്യം പറയരുതേ. ഇതെന്റെ അപേക്ഷയാണ്. കാവലാണ് കാക്കി. അത് മറക്കരുത്. നമ്മളവരെ ബഹുമാനിക്കണം, അപമാനിക്കരുത്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. പിടിക്കണോ? അപ്പൊ ഇലുമിനാന്റിയോ? അതൊക്കെ ഒരു വലിയൊരു സംഭവം. നിങ്ങൾക്ക് അറിയത്തില്ല. ഹരോൾഡ് പേര് തുടങ്ങിയ സംഭവം ഇതല്ലേ? అండ్ దీని నెక్స్ట్ పార్ట్ 2 అయితే బాగుంది. అండ్ వాళ్ళ చిన్నప్పుడు స్టోరీ తర్వాత ఇంకా ఇంట్రెస్టింగ్గా మారింది. ఏంటంటే వాళ్ళకి ఒక జర్నీ అనేది, వాళ్ళ ఫ్రెండ్షిప్, వాళ్ళ జర్నీ అదంతా క్యారీ ఆన్ అయిందనమాట. అయినట్టు అనిపించింది ఐ గెస్. అండ్ సినిమా దగ్గర, థియేటర్ దగ్గర. అండ్ లెట్స్ సీ పార్ట్ 3 ఏముంటుంది. సో రియాక్షన్ ఉంది, ప్లీజ్ కమెంట్ సెక్షన్లో చెప్పండి. అండ్ సబ్స్క్రైబ్. బై బై.